കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മന്ദഗതിയിൽ. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച 1 വർഷം കഴിഞ്ഞിട്ടും നിർണായകമായ രണ്ടാമത്തെ കുറ്റപത്രത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തതയില്ല. രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. CPM സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട പാർട്ടിയെ സമീപകാലത്ത് ഏറ്റവും പ്രതിരോധത്തിലാക്കിയ കേസ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ താൽപ്പര്യമില്ലാത്തതുപോലെയാണ് നിലവിൽ EDയുടെ അന്വേഷണം. കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിലെ ആദ്യ കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചത്. 50 പേരും 5 സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 1 വർഷം പിന്നിട്ടിട്ടും കേസിലേറെ നിർണായകമായ രണ്ടാമത്തെ കുറ്റപത്രത്തിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് നിരന്തരം നോട്ടീസ് നൽകിയ EDയുടെ അന്വേഷണം തെരഞ്ഞെടുപ്പിന് ശേഷം മന്ദഗതിയിലായി. ബിനാമി വായ്പ എടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ ആളുകളെ ചോദ്യം ചെയ്തതൊഴിച്ചാൽ കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. ഇതിനിടയിൽ കേസ് അന്വേഷിക്കുന്ന കൊച്ചി യൂണിറ്റിലെ പല ഉദ്യോഗസ്ഥർക്കും സ്ഥലം മാറ്റമുണ്ടായി. അന്വേഷണ സംഘത്തലവനായിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിനെ ഡൽഹി ആസ്ഥാനത്തേക്ക് മാറ്റി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചിരുന്ന ചെന്നൈയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനാണ് പകരം ചുമതല നൽകിയത്. രണ്ടാമത്തെ കുറ്റപത്രത്തിൽ 20ഓളം പ്രതികൾ കൂടിയുണ്ടാകുമെന്നാണ് ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം നൽകിയിരുന്ന വിവരം. കേസിൽ CPMനെ പ്രതി ചേർത്തതിനു പുറമെ പാർട്ടിയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളും പൊർത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിക്കായി വാങ്ങിയ ഭൂമിയടക്കം 29 കോടിയുടെ സ്വത്തും കണ്ടുകെട്ടിയിരുന്നു. മീഡിയ 1 കൊച്ചി.